ചിങ്ങമാസത്തിൽ തിരുവോണവും അവിട്ടവും കഴിഞ്ഞുള്ള ചതയ ദിനത്തിലാണ് സാധാരണ ഗുരുദേവ ജയന്തി. എന്നാൽ ഇത്തവണ ഓണം കഴിഞ്ഞുള്ള ചതയ ദിനം കന്നിമാസം 1-ാം തീയതി ആയതിനാലാണ് ജയന്തി ആഘോഷം നേരത്തെയായത്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വിപുലമായ പരിപാടികൾ ഒഴിവാക്കി. ക്ഷേത്ര ചടങ്ങുകളോടെയാണ് ചതയ ദിനം ആചരിച്ചത്. മുണ്ടക്കി SNDP യോഗം 52-ാം നമ്പർ ശ്രീ സർവേശ്വരി ഗുരുദേവ ക്ഷേത്രത്തിൽ ചതയ ദിനാഘോഷവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. ക്ഷേത്രം മേൽശാന്തി SN പുരം ബിനോയ് ശാന്തികൾ, വിപിൻ ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിൽ രാവിലെ 5 മണി മുതൽ പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, ഉഷപൂജ, ഗണപതി ഹോമം, വിശേഷാൽ ഗുരുപൂജ, ദേവി പൂജ, സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു. 11:30 മുതൽ പൊതുസമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ഒരു പ്രധാനപ്പെട്ട ദിവസം നമുക്കറിയാം. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ യാതൊരു പ്രശ്നവുമില്ലാതെ ഗുരുദേവന്റെ ജന്മദിനം വളരെ സന്തോഷപൂർവ്വം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങളെ ഇതിനു മുമ്പ് സംസാരിച്ച ആൾക്കാരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിൽ നടന്ന ആ ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളുടെ ആത്മസഹോദരങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നതിനും അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനുമൊക്കെ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് സാധാരണ നടത്തിപ്പോരുന്ന ആഘോഷ പരിപാടികളൊക്കെ ചുരുക്കിക്കൊണ്ട് ക്ഷേത്രാചാരങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആഘോഷങ്ങൾ നമ്മളിവിടെ നടത്തുകയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമ്മളുടെ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ സഹോദരങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് നമ്മളുടെ ഈ അവസരങ്ങൾ വിനിയോഗിക്കേണ്ടത്. അത് നമ്മൾ തീർച്ചയായും ഗുരുദേവനോടുള്ള പ്രാർത്ഥനയായിട്ട് നമ്മുടെ ഒക്കെ അവരുടെ ആത്മാവിനുള്ള നിത്യശാന്തി ഈ അവസരങ്ങളിൽ നേർന്നുകൊണ്ട് നമുക്ക് തുടർന്ന് വാഴയിലയിൽ പായസത്തോടു കൂടിയുള്ള ചതയ ദിന സദ്യയും ഉണ്ടായിരുന്നു.